കാളികാവിൽ കടുവയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംഘം അവിടെ നിൽക്കുമ്പോൾ ആളുകളുടെ ഭാഗത്ത് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധം ഉണ്ടാകും. കടുവയെ ഒരു പ്രദേശത്ത് കണ്ടുവന്നൊരു കുടുംബം നൽകിയ വിവരത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനയിലേക്ക് നടത്തുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നത്. നൽകാനായി വിഷ്ണു പ്രകാശ് ചേരുന്നുണ്ട്. വിഷ്ണു, നേരത്തെ കടുവയ്ക്കായുള്ള വനംവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള തിരച്ചിലത്തോടെ നടക്കുകയായിരുന്നു. അപ്പോൾ എന്തൊരു പ്രതിഷേധം ഉണ്ടായില്ല. ഇപ്പൊ എന്താണ് പെട്ടെന്ന് പ്രതിഷേധത്തിലുള്ള രാഷ്ട്രീയ തർക്കമാണോ? നമുക്ക് വ്യക്തമാവുന്നില്ല അവർ പറയുന്നത്. ദിലീഷ്, ഇതിപ്പോ ഇന്ന് ഫോറസ്റ്റിന്റെ നടപടിയും ഇവിടുത്തെ ജനങ്ങൾക്ക് നേരിടുന്ന പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇന്നലെയും ഇതുപോലെ ഈ കടുവയെ അടുത്ത് കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ അവരെ വെടിവെക്കില്ല, മയക്കൂടി വെക്കില്ല, അതിന് രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടാക്കി എന്നുള്ള തരത്തിലുള്ള ആക്ഷേപം എന്നിവ മുതൽ തന്നെ നിലനിൽക്കുന്നതാണ്. ഇതിപ്പോൾ വനംവകുപ്പിന്റെ വണ്ടി തടയാനുള്ള ഒരു നീക്കം ഈ പ്രതിഷേധക്കാരായിട്ടുള്ള നാട്ടുകാർ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി അവർ ഇവിടെ വോട്ട് സംഘടിച്ച് എത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ UDFന്റെ നേതൃത്വത്തിലും സ്ഥലത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ഒരു പ്രതിഷേധ യോഗം ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ രണ്ട് കൂട്ടരും ഒരുമിച്ച് എത്തി ഈ ഫോറസ്റ്റിന്റെ വാഹനം തടുക്കുന്ന ഒരു നിലയിലേക്ക് വരികയായിരുന്നു. എന്നാൽ ഈ മുദ്രാവാക്യം വിളിച്ച് ഇത് രാഷ്ട്രീയമാക്കി മാറ്റുന്നു എന്നുള്ള ആരോപണം നാട്ടുകാർ ഉന്നയിച്ചത് ഈ നാടിന്റെ ഒരു പ്രശ്നമാണ്. വന്യമൃഗങ്ങളെ തീർക്കേണ്ടതെങ്കിൽ വന്യമൃഗ ശല്യത്തിൽ നിന്നും ഈ നാടിനെ രക്ഷപ്പെടുത്തേണ്ടതെങ്കിൽ നാട്ടുകാരുടെ ഒരു ആവശ്യമാണ്. ഇതിന് രാഷ്ട്രീയവൽക്കരിക്കുക അല്ല വേണ്ടത് എന്നൊരു ആവശ്യമായി നാട്ടുകാരായ പ്രതിഷേധക്കാർ രംഗത്തേക്ക് കൂടിയാണ് ഇപ്പോൾ ഇത് സംഘർഷ അവസ്ഥ ഉണ്ടായിരുന്നത്. സമീപത്ത് തന്നെ UDFന്റെ പ്രവർത്തകരും ഇവിടെ പ്രദേശത്തുള്ള കോൺഗ്രസ് പ്രവർത്തകരും മുദ്രാവാക്യം വിളികളും മയത്തിലുള്ള അനൗൺസ്മെന്റും കാര്യങ്ങളുമായി അവരും ഇതിന് പ്രതിഷേധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടുകാർ സംഘടിച്ചെത്തി. എന്നാൽ ഇത് ഈ UDFന്റെ പ്രതിഷേധം അത് യാഥാർത്ഥ്യമല്ല, അതല്ല, നാട്ടുകാരുടെ ആവശ്യമായി നാട്ടുകാർ ഒന്നിച്ചു നിൽക്കണമെന്നുള്ള ഈ പ്രതിഷേധം നടക്കുന്നത് എത്ര അകലെയാണ്? അപ്പൊ നേരത്തെ വിഷ്ണു പങ്കുവച്ചല്ലോ, ആദിവാസി കുടുംബം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കടുവയ്ക്കായി RRT സംഘം അങ്ങോട്ടേക്ക് പോയത്. അതിൽ നിന്ന് എത്ര ദൂരെയാണ് ഈ പ്രതിഷേധം നടക്കുന്നത്? ഇപ്പോൾ ഈ പ്രതിഷേധം നടത്തുന്നത് ഇന്നലെ കടുവയെ കണ്ട സുൽത്താന എസ്റ്റേറ്റിന് സമീപത്താണ്. അവിടെ നിന്നും ഒരു 2 കിലോമീറ്റർ ഉള്ളിലോട്ട് മാറിയാണ് ഇന്നിപ്പോൾ കടുവയുടെ സാന്നിധ്യം ഈ ആദിവാസി കുടുംബം വിളിച്ചു പറഞ്ഞതും നേരത്തെ സൂചിപ്പിച്ച കുരുക്കൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ആ പ്രദേശം ഉള്ളതും ഇവിടെ നിന്നും ഒരു 2 കിലോമീറ്റർ മാറിയാണ്. അപ്പോൾ അവിടെ നിന്നും പരിശോധന നടത്തി നേരത്തെ ഒരു ഫോറസ്റ്റിന്റെ ജീപ്പ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ ജീപ്പ് സംഘം ഇപ്പോൾ അവിടെ നിന്ന് പുറത്തോട്ട് വരുമ്പോഴാണ് ഈ നാട്ടുകാർ ചേർന്ന് ഈ വാഹനം തടഞ്ഞത്. അവിടെയാണ് ആരാണ് യഥാർത്ഥത്തിൽ ആദ്യം ഈ രാഷ്ട്രീയ മുദ്രാവാക്യം വിളിച്ചത്? ആരാണ്? UDF പ്രവർത്തകർ ആരാണ്? നേരത്തെ ഇവർ രണ്ടുപേരും ഈ വൈകിട്ട് ഒരു 5 മണിയോട് കൂടി UDFന്റെ ഒരു പ്രതിഷേധം ഉണ്ടാവും എന്നൊരു കാര്യം നേരത്തെ കുറിച്ച് തന്നെ ഇവിടെ അറിയിച്ചിരുന്നു. അതോടൊപ്പം അവർ ഒരു 5 മണി സമയത്ത് ഇപ്പോൾ ഈ ജീപ്പ് പോകുന്നതുമായി ബന്ധപ്പെട്ട് തടുക്കാനെത്തി. അപ്പോൾ തന്നെ നാട്ടുകാരുമായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. ഇവർ ഒരുമിച്ച് ഒരു പ്രതിഷേധം എന്ന തരത്തിലോട്ടാണ് ഇവർ തമ്മിലൊരു രഹസ്യധാരണ ഉണ്ടായി, ഒരുമിച്ച് സമരം ചെയ്യാമെന്നൊരു ധാരണ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ ഈ ഒരു സന്ദർഭം വന്നപ്പോൾ ഒരു ജീപ്പ് വരുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതിൽ ജീപ്പ് തടയുന്നതോടൊപ്പം തന്നെ ഈ കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ മൈക്ക് വഴി ഇത്തരത്തിലൊരു അനൗൺസ്മെന്റ് നടത്തിയതാണ് ഈ നാട്ടുകാരെ എതിർചേരിയിലാക്കിയത്. അപ്പോൾ നാട്ടുകാർ പറയുന്ന കാര്യവും അത് തന്നെയാണ്. നാട്ടുകാരുടെ ഒരു പ്രതിഷേധമാണ്, ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ്. ഇവിടെ നിന്ന് വന്യമൃഗ ശല്യങ്ങൾ ഒഴിവാകണമെന്നുള്ള നാട്ടുകാരുടെ ആവശ്യമാണ്. അപ്പോൾ അത് രാഷ്ട്രീയവൽക്കരിക്കരുത്, അത് നമ്മൾ ജനങ്ങളായി ഒന്നിച്ച് നിൽക്കണം. കോൺഗ്രസിന്റെ മാത്രമായിട്ടൊരു മുദ്രാവാക്യമായി ആളുകളുടെ വൈകാരികമായി അവിടെ ഉണ്ടായ ദുരിതാനുഭവമൊക്കെ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് വൈകാര്യമായി നാട്ടുകാർ പ്രതിഷേധിക്കും. അതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ ആ കടുവയെ പിടിക്കാനുള്ള ഒരു ദൗത്യത്തിലാണ് വനപാലകരുടെ സംഘം. അവരെ ഒന്ന് അനുവദിച്ചു കൊടുക്കാതെ അവരെ റൂട്ടിൽ തടഞ്ഞിട്ട് പ്രതിഷേധിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നാട്ടുകാരുടെ ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിനാണല്ലോ ഇപ്പോൾ വനംവകുപ്പ്. തീർച്ചയായും നാട്ടുകാർ ഇത്തരത്തിൽ നിരന്തരമായിട്ടുള്ള ഒരു ആവശ്യം ഉന്നയിച്ചു. ഇപ്പോൾ ഇന്നത് 8ാമത്തെ ദിവസമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയാണ് ഗഫൂർ എന്ന ടാപ്പിംഗ് തൊഴിലാളിയെ ഇവിടെ ജോലിക്കിടയിൽ നിന്നും കടുവ ആക്രമിച്ച് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്ന് മുതൽ വനംവകുപ്പ് സംഘം ഈ സ്ഥലത്ത് തന്നെ സംഭരിച്ച് ഇവരെ കടുവയെ നിരീക്ഷിച്ച് CCTV
ക്യാമറകളടക്കം സ്ഥാപിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തി വരികയായിരുന്നു. ഇന്നലെയാണ് പിന്നീട് ഈ കടുവയുടെ ഒരു CCTV ദൃശ്യം പതിഞ്ഞ് ഈ കടുവയെ ഒന്ന് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ആദ്യമായി സാധിച്ചത്. അപ്പോൾ ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾ തന്നെ നൽകിയ നിർദ്ദേശത്തിന്റെ പുറത്തായിരുന്നു ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കാട്ടിൽ പരിശോധനയ്ക്ക് എത്തിയത്. എന്നാൽ ഇവർ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം, ഇവർ പറഞ്ഞ വഴിയിൽ അല്ല ഇവർ ഈ വനംവകുപ്പ് അധികൃതർ നോക്കിയത്, അതിന്റെ എതിർവശത്തായിരുന്നു ഇവർ പരിശോധന നടത്തിയത്. അതുകൊണ്ട് തന്നെ കടുവയെ പിടികൂടുന്നതിൽ വനംവകുപ്പ് ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച വരുത്തുന്നുണ്ട്, അതിലൊരു വിസംഗത അവർ കാണിക്കുന്നുണ്ട് എന്നൊരു ആക്ഷേപം ഇന്ന് ഇപ്പോൾ രാവിലെ അടക്കം ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിനുശേഷമാണ് വൈകിട്ടോട് കൂടി ഏകദേശം ഒരു 3 മണിയോട് കൂടി ഈ പ്രദേശത്ത് വീണ്ടും ആ കടുവയെ ലൊക്കേറ്റ് ചെയ്തു എന്നൊരു വിവരം കിട്ടുന്നതും RRT സംഘം പോകുന്നതും. ഏതായാലും ആളുകളുടെ ആവശ്യം ഈ കടുവ അടക്കമുള്ള വന്യജീവി സംഘർഷങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവന് ഭീഷണിയാകുന്ന ഈ വന്യജീവിയുടെ ആക്രമണത്തിൽ നിന്നും അവരെ രക്ഷിക്കണമെന്ന ആവശ്യമാണ്. പക്ഷേ അതിൽ ഏതെങ്കിലും ചെറിയ തരത്തിലെങ്കിലും വനം വകുപ്പ് ഒരു നിസ്സംഗത പാലിക്കുന്നുണ്ട്, അവർക്ക് അതിലൊരു അലംഭാവം കാണിക്കുന്നുണ്ട് എന്നുള്ള ഒരു ആരോപണത്തിന്റെ പുറത്താണ് ഇപ്പോൾ ഈ ജനങ്ങൾ പ്രതിഷേധിച്ച് ഇത്തരത്തിൽ എത്തിയിരിക്കുന്നത്. ഇന്നലെയാണെങ്കിൽ പോലും ആളുകൾ വരികയും ഈ വനംവകുപ്പ് എത്തിയെങ്കിലും അവർക്ക് വേണ്ട നടപടി കൊടുത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇതിപ്പോൾ ഒരു പ്രദേശവാസിയുടെ സാധനം കണ്ടാല് ഓല് വരണേ എവിടുന്ന് വരണോ 30 കിലോമീറ്റർ അപ്പുറത്ത് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ആള് വന്നിട്ട് വേണം ഇതിവിടെ കാണേണ്ടത്. അപ്പൊ ഇത് പോകുമോ? ഈ കടുവ അവിടെ ഓലക്കാത്ത അവിടെ നിൽക്കുന്നുണ്ടോ? തെരച്ചിൽ നടത്തില്ല. ഇന്നലെ ഫോറസ്റ്റ് കണ്ട എന്റെ സ്ഥലത്തുനിന്ന് 100 മീറ്റർ അയാളെപ്പോഴും കണ്ടത്. ആ സ്ഥലത്ത് ഫോറസ്റ്റ് ഓഫീസിൽ ഫോറസ്റ്റുമാർ ഒരു ഉദ്യോഗസ്ഥർ പോലും ഇല്ല. കാരണം നിൽക്കാൻ നേരില്ല. മയക്ക് വെക്കാനോ അനുമതിയില്ല. ഓരോന്നിനങ്ങനെ കളിപ്പിച്ചെടുത്തുക. ഞങ്ങൾ ഇന്ത്യന്ന് പറയുമ്പോൾ വരിക, അതിന്റെ പിന്നാലെ വെറുതെ നടക്കുക. അത് നടക്കൂല. ജനങ്ങളൊക്കെ പണിക്ക് പോയിട്ട് ഒരാഴ്ച അതല്ല, ആരും പോവില്ല. അതല്ല, ഇത് തോന്നുന്നല്ല. അതിന്റെ അടിയിൽ രാഷ്ട്രീയാണ് കളിച്ചത്. ഞങ്ങളിപ്പോ നാട്ടുകാർ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു വ്യക്തത വരുന്നില്ല. ഏകദേശം മനസ്സിലാവുന്നത് കഴിഞ്ഞ ദിവസം തൊട്ടടുത്ത് കടുവയെ കണ്ടെത്തിയിട്ടും അതിനെ പിടികൂടാനുള്ള ഒരു നടപടി വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന പ്രതിഷേധമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് പോകുന്നു. അല്ല വിഷ്ണു, ഇത് ആരാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അടികൂടാൻ ശ്രമിക്കുന്നത്? നാട്ടുകാർ തന്നെയാണോ അതോ പാർട്ടി? ഞങ്ങൾക്ക് വേണ്ട ഈ ജനങ്ങളെ കടിയിൽ ഇവിടെ ഞങ്ങളെ ഈ നാട്ടുകാരാണ് സംസാരിക്കുന്നത്. നാട്ടുകാരുടെ പ്രതികരണമാണ് ഇപ്പോൾ വരുന്നത്. നിരന്തരമായി പറയുന്ന ഒരു കാര്യം, ഇന്നലെ കടുവയെ വെടിവെക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും തൊട്ടടുത്ത് തന്നെ കടുവയെ കിട്ടിയിട്ടും അവർ മയക്കടി വെക്കാൻ തയ്യാറായില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് നാട്ടുകാർ പറയുന്നത്. അവർക്ക്